നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ പെൺകുട്ടികളെ വമ്പൻ ചതിക്കുഴികളാണ് കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരാണ് ചതിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയത്. ഹോട്ടലുകളിൽ ജോലി നൽകാമെന്നുള്ള വാഗ്ദാനം നൽകി നിരവധി പെൺകുട്ടികളെ ബഹ്റൈനിലേക്ക് കടത്തുന്നുണ്ടെന്നും ആയതിനാൽ തന്നെ എല്ലാവരും കരുതിയിരിക്കണമെന്നും ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ്. അടുത്തിടെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ബഹ്റൈനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ചതിയിൽപ്പെട്ട ചില മലയാളി പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചിട്ടുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകർ വ്യക്തമാക്കി. ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റി തുടങ്ങിയിരിക്കുന്നു. ഹോട്ടലുകളും ബാറുകളും പതിയെ സജീവമായി തുടങ്ങി. നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ ജോലിക്കായി കൊണ്ടുവരുന്നത് തുടങ്ങിയിരിക്കുന്നു. വളരെ വലിയ ജോലി വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. പിന്നീട് ബഹ്റൈനിലെത്തിയ ശേഷമാണ് അവർ കെണിയിൽപ്പെട്ട കാര്യങ്ങൾ അറിയുന്നത് പോലും. അതായത് ബഹ്റൈനിലെ റിക്രൂട്ട്മെന്റ് ഏജന്റ് 12 പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്നു. ഇത് കണ്ട് ഒരു പെൺകുട്ടി അന്വേഷണം നടത്തിയപ്പോഴാണ് റിക്രൂട്ട്മെന്റ് ഏജന്റ് പറഞ്ഞ ഒരു ഹോട്ടലോ ബാറോ ബഹ്റൈനിൽ ഇല്ലെന്ന് അറിയുന്നത്. ബഹ്റൈനിലെ ഹോട്ടൽ അധികൃതരെ ബന്ധപ്പെടുത്തുന്നതിനുള്ള നമ്പർ പെൺകുട്ടി ഇവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റിക്രൂട്ട്മെന്റ് ഏജന്റ് പെൺകുട്ടികൾക്ക് നമ്പർ നൽകിയില്ല. ഹോട്ടലിന്റെ പേര്, മറ്റു രേഖകളെല്ലാം ശരിയായ രീതിയിൽ പരിശോധിച്ച് മാത്രം ജോലിക്കായി എത്താൻ പാടുള്ളൂ. കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വലിയ ചതിക്കുഴിയിലായിരിക്കും വീഴുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാവരും കരുതിയിരിക്കണമെന്നും ജോലിക്ക് വരുന്നവർ എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്തി കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോലിക്കായി പോകാൻ പാടുള്ളൂ എന്നും സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. ആയതിനാൽ തന്നെ ഇത്തരം ചതിക്കുഴികളിൽ വീഴരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധികൃതർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.